Hello, welcome to Curly Malus. So today I'm here with many speaking tips. Scroll ചെയ്യാൻ വരട്ടെ. ആരും അധികം പറഞ്ഞു തരാത്ത കുറച്ചധികം ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടിപ്സ് നിങ്ങൾ ജെനുവിൻ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗ്രേഡിന് മാറ്റം വന്നിരിക്കും. അപ്പൊ തുടങ്ങാം. നമ്പർ 1, ഫിയർ. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും നമ്മുടെ സ്പീക്കിംഗ്, അതിപ്പം OET IELTS അങ്ങനെ ഒന്നും ആവണ്ട, ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും അനുഭവിക്കുന്നത് ഫിയർ തന്നെയാണ്, പേടി. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയേണ്ടത് നമ്മളെ പേടിയെ അനലൈസ് ചെയ്യുക. അതിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ OET പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടായിരുന്നു നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഗ്രൂപ്പായിട്ടിരുത്തി ഓരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിച്ചു വരും. അങ്ങനെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അധികം അല്ലാതെ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളല്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നമ്മൾ ടേൺ വരുമ്പോൾ ഫുള്ള് ഹെസിറ്റേഷൻസും മൊത്തം പ്രശ്നങ്ങളായിരുന്നു ആദ്യം. അപ്പോഴാണ് ഞാൻ പിന്നെ എൻ്റെ കയ്യിലൊരു സ്മാർട്ട് വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ സംസാരിച്ചു, നെക്സ്റ്റ് എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ എൻ്റെ സ്മാർട്ട് വാച്ച് നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഹൈ ആവുന്നു. മീൻസ് അപ്പോഴെനിക്ക് മനസ്സിലായി, ആ പേടി കാരണം നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു, വിയർക്കുന്നു, ഹെസിറ്റേഷൻസ് വരുന്നു. ഇതെല്ലാത്തിൻ്റെയും മെയിൻ കാരണം പേടിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതല്ലാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം ഫിയർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അതിനുശേഷം എല്ലാ ദിവസവും ആ സ്മാർട്ട് വാച്ച് കെട്ടും. എന്നിട്ട് സംസാരിക്കാൻ എൻ്റെ ടേൺ ആവുന്ന ടൈമിൽ പേടിയിലൂടെ വരുന്ന മാറ്റങ്ങൾ, ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ സംസാരിക്കുന്നതിന് മുന്നേ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ പിന്നീട് ഞാൻ കണ്ടത് അത്ഭുതമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ നമ്മള് നല്ലതുപോലെ ഞാൻ എൻ്റെ സ്പീക്കിംഗ് സെഷൻ ആവുന്ന ടൈമിൽ ഒന്ന് ചെറുതായിട്ട് ഒരു ഡീപ് ബ്രത്ത് എടുക്കും. അതിനുശേഷം പിന്നീട് ഞാൻ വാച്ച് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലായി. അങ്ങനെ നോർമലായിട്ടിരിക്കുന്നതിന് ശേഷം പിന്നെ ഞാൻ സംസാരിക്കുന്നപ്പോഴൊന്നും ആ ഹെസിറ്റേഷൻസ് അധികം വരുന്നതായിട്ടും, അതുപോലെ തന്നെ നല്ല ഫ്ലോയിൽ നമുക്ക് സംസാരിക്കുന്ന ആള് പറയുന്നതിനനുസരിച്ച് എനിക്ക് പറയാനും പറ്റുന്നു. വളരെ ഭംഗിയായിട്ടൊരു സ്പീക്കിംഗ് സെഷൻ തീർക്കാനും പറ്റുന്നുണ്ടായിരുന്നു. നിങ്ങളെ പേടിയെ ഇനി ശ്രദ്ധിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങളുടെ ഹാർട്ട് ബീറ്റും എല്ലാം നമുക്ക് സമാധാനത്തിൽ കൊണ്ടുപോയതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ചേഞ്ച്. സ്പീക്കിംഗ് എന്ന് പറയുന്ന സംഭവം, ഹെസിറ്റേഷൻസോ എന്തോ ആവട്ടോ, സ്പീക്കിങ്ങിന് നമ്മുടെ ഗ്രേഡ് മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് റെക്കോർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മള് ഇപ്പം ഒരു സ്പീക്കിംഗ് സെഷൻ, ഒരു റോൾ പ്ലേ എടുക്കുക, എന്നിട്ട് ടൈം സെറ്റ് ചെയ്യുക. ടൈം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മള് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുക. നമ്മളുടെ ഭാഗവും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഭാഗവും നമ്മൾ തന്നെയാണ് സംസാരിക്കേണ്ടത്. അപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു റോൾ പ്ലേ എടുത്തതിന് ശേഷം, റോൾ പ്ലേ അല്ലെങ്കിൽ സ്പീക്കിംഗ് കാർഡ് എടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുക. ആദ്യം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ആ ടൈം ലിമിറ്റിനനുസരിച്ച് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ ആ ടൈം ലിമിറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വേറൊരാളിനെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ, മീൻസ് ഫ്രണ്ട്സിനെയോ അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ടാവും. അതും നല്ല പ്രാക്ടീസ് തന്നെയാണ്. പക്ഷേ അത് ചെയ്താലും എന്നിരുന്നാലും
ഈ റെക്കോർഡിങ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. കാര്യം നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മളെയാണ്. നമ്മളിപ്പം ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കേൾക്കണം. അപ്പോഴാണ് നമ്മുടെ ഹെസിറ്റേഷൻസ്, നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ഫ്രേസ് ചെയ്യുന്നത്, സെന്റൻസസ് ഫ്രേസ് ചെയ്യുന്നത് എല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റെക്കോർഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഡെയിലി ഏറ്റവും മിനിമം ഒരെണ്ണമെങ്കിലും എന്തായാലും ചെയ്തിരിക്കണം. ഒന്നിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് 100% വന്നിരിക്കും. അത് ആണ് റെക്കോർഡിങ്ങിന്റെ പ്രത്യേകത. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെക്കോർഡിങ്. OET-ലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സായിട്ട് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഫീലിങ്സ്, അതായത് കുറച്ച് സൗണ്ട് മോഡുലേഷൻസ് നമ്മൾ ഉറപ്പായിട്ടും വരുത്തിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അല്ലാതെ ഇപ്പം OET പഠിക്കുന്ന ആൾക്കാർക്ക് കുറെ അധികം ഫ്രേസസ് കാണും. ഇങ്ങനെ റിയലി സോറി ടു ബോദർ യു, ഇറ്റ് സൗണ്ട്സ് ഗുഡ്. സോ അങ്ങനെയുള്ള കുറെ ഫ്രേസസ് നമ്മൾ എന്തായാലും അത് പഠിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുക. റീഅഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ ഒരു അമ്മ മകന്റെ ഇപ്പൊ ടോൺസിലെക്ടമി എന്തെങ്കിലും പ്രൊസീജിയർ കഴിഞ്ഞിട്ട് മകന് വളരെ വേദനയാണ് എന്ന് പറയുകയാണ്. അപ്പൊ അമ്മ പറയുന്നു, ഓ ഹീസ് ഗോയിങ് ത്രൂ ടെറിബിൾ പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ, ഒരു നേഴ്സ് എന്ന നിലയിൽ ഓക്കെ ഇത് പറയുന്നതിന് പകരം I'm really sorry to hear that. Oh, I'm really sorry to hear that. ഇങ്ങനെയും പറയാം. അതുപോലെ തന്നെ നമ്മൾ അതേ സെന്റൻസ് I'm really sorry to hear that. And then അടുത്ത സെന്റൻസിലോട്ട് കടക്കുന്നതിന് വരെ നമ്മൾ ആ പറയുന്ന കാര്യം നമ്മൾ ആ ഫീലോട് കൂടി പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി തോന്നുമായിരിക്കും, ഒരു അപാകത പോലെ തോന്നുമായിരിക്കും. പക്ഷേ OET-ൽ അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മുടെ സൗണ്ട് മോഡുലേഷൻസ് വരുത്തുന്നതും ആ പറഞ്ഞതിന് നമ്മൾ റീഅഷുറൻസ് ആയിട്ട് പറയുന്ന കാര്യം ആ റീഅഷുറൻസ് ആയിട്ട് തന്നെ തോന്നണം എന്നുള്ളതാണ്. ഇപ്പൊ നെക്സ്റ്റ് ടിപ്പ്, ഇപ്പൊ നമ്മള് ക്ലാസ് കഴിഞ്ഞു വരുന്നു, OET or IELTS ക്ലാസ് കഴിഞ്ഞു വരുന്നു. ഇപ്പൊ അന്നൊരു സ്പീക്കിംഗ് സെഷൻ, എന്തായാലും ഒരു സ്പീക്കിംഗ് സെഷൻ അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കും. അല്ല അഥവാ വീട്ടിലിരുന്ന് പഠിക്കുന്നവരായാലും ഒരു സ്പീക്കിംഗ് സെഷൻ നമ്മളിപ്പോ എന്തായാലും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ സ്പീക്കിംഗ് സെഷൻ തിരിച്ചു വരുന്ന വഴി അന്ന് തന്നെ നമ്മൾ ഒന്ന് ബസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ യാത്ര ചെയ്യുമ്പോഴോ തിരിച്ചുള്ള യാത്രയിലോ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്ന രീതിയിൽ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സ്പീക്കിംഗ് സെഷൻ നമ്മൾ മനസ്സിൽ ആലോചിച്ചിട്ട് അവിടെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഇങ്ങനെ ആൻസർ പറയണമായിരുന്നു, എങ്ങനെ സെന്റൻസസ് ഫ്രെയിം ചെയ്യുക, ഞാൻ അവിടെ പറഞ്ഞ സെന്റൻസിന് പകരം ഈ സെന്റൻസ് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ടൈം സെറ്റ് ഒന്നും ചെയ്തൊന്നും അല്ല, പക്ഷേ നമ്മൾ അതിന് എങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ മാറ്റാമായിരുന്നു, സെന്റൻസിന് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ റീഅഷുറൻസ് കൊടുത്തത് ശരിയായില്ല, അതിന് പകരം വേറൊരു സെന്റൻസ് യൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെ അതിനെ മൊത്തത്തിൽ ഒരു സ്പീക്കിംഗ് സെഷനാണ് ചെയ്തതെങ്കിൽ ആ സ്പീക്കിംഗ് സെഷനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്തെടുത്താൽ ഭംഗിയാക്കി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യണം. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ റോൾ പ്ലേസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് യൂട്യൂബില് ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലോ, അത് നമുക്ക് കേൾക്കാം. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ സംസാരിക്കുന്ന അതുപോലെ കാണാപാഠം നമ്മൾ മനപാഠം പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിയാകത്തില്ല. അത് ഉറപ്പായിട്ടും അത് വിഡ്ഢിത്തമായിരിക്കും. കാര്യം നമുക്കത് പറയാനും കഴിയത്തില്ല. അതുപോലെ പറയാൻ നോക്കുമ്പോൾ ആ സെന്റൻസസ് ഫ്രെയിം ചെയ്യാൻ നോക്കുമ്പോൾ അത് ശരിയാകത്തുമില്ല. അത് മൊത്തത്തിൽ ആ റോൾ പ്ലേ മൊത്തം മിസ്സാവുകയും ചെയ്യും. നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതെല്ലാം ഇപ്പൊ കേട്ടാലും ഇപ്പൊ നമ്മളൊരു റോൾ പ്ലേ സ്പീക്കിംഗ് സെഷൻ നമ്മൾ യൂട്യൂബിൽ കേൾക്കുവാണെങ്കിൽ അത്
അതുപോലെയല്ല, പക്ഷെ അതിൽ ആവശ്യമുള്ള സെന്റൻസസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിങ്ങനെ കേട്ട് അത് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് സംസാരിക്കേണ്ടതോ, അത് ഇങ്ങനെയാണ് നമ്മൾ അതിനൊരു റിപ്ലൈ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഈ പല പല ടെലഗ്രാം ചാനൽസിൽ മോഡൽസ് കിട്ടും. ഒരു റോൾ പ്ലേയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇന്റർലോക്യൂട്ടറും അതുപോലെ തന്നെ നമ്മളും സംസാരിക്കേണ്ടത്, കാൻഡിഡേറ്റും നമ്മൾ തമ്മിലുള്ള സംസാരം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു മോഡൽ കിട്ടും. അത് വായിച്ചു നോക്കാം, പക്ഷെ അത് കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എഴുതി വെച്ച് മനഃപാഠമാക്കി അതുപോലെ പറയാൻ ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ രീതിയിൽ തന്നെ പറയാൻ നോക്കണം. ഇല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്നത് അതിലും വലിയ അബദ്ധമാവും. ഇത് ചെയ്യണമെന്നില്ല, ഇത് മസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, കാര്യം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുമുണ്ട്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുക. അപ്പൊ വീട്ടിൽ ഇപ്പം സംസാരിക്കാൻ ആളില്ലാത്തവർക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇംഗ്ലീഷിലാക്കി പറയാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് കുറെ വൊക്കാബുലറീസ് നമുക്ക് കിട്ടും. ഇതിനു മുന്നേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് വീഡിയോയിൽ. സോ അപ്പൊ നിങ്ങൾ ജെന്യുവിൻ ആയിട്ട്, എനിക്ക് ഉറപ്പാണ് ജെന്യുവിൻ ആയിട്ട് ഇതിലിപ്പോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരും. പക്ഷെ ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളുടെ ഗ്രേഡിൽ മാറ്റം വന്നിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട, സ്റ്റാർട്ട് ഫ്രം നൗ. പക്ഷെ പോകുന്നതിന് മുമ്പ് പ്ലീസ് ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. കാര്യം ഇതല്ല, ഇനി ബാക്കിയുള്ള മൊഡ്യൂൾസിൽ ഞാൻ യൂസ് ചെയ്ത ടിപ്സ് ഇനി നെക്സ്റ്റ് വീഡിയോ ഇടും. See you in the next video.